അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അരിയില്ലേ, നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അരി, സാധാരണ വെള്ള അരി. ആ അരി വെച്ചിട്ട് നമുക്കൊരു ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഗ്രേറ്റ് അല്ലെങ്കിൽ ഗ്രാൻഡ് സംഭവമൊന്നുമല്ല. എന്നാൽ പോലും നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ പോലും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ പൊട്ടറ്റോ റൈസാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാടൻ, നമ്മൾക്ക് എല്ലാവരുടെയും വീട്ടിൽ ഉള്ള നമ്മുടെ റേഷൻ കടയിലൊക്കെ നമ്മൾ മേടിക്കത്തില്ല, അത്രയും തന്നെ അരിയാണ്. അപ്പോൾ നമ്മളൊരു പാനിൻ്റെ അകത്ത് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് സാധാരണ കുക്കിംഗ് ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ അതിലേക്ക് ഇടാനായിട്ട് നമ്മൾ ഒരു സവോള എടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ ഒരു 1/2 ഇഞ്ച് പീസുള്ള ഇഞ്ചിയുണ്ട്, ഒരു പച്ചമുളകും ഒരു 3 വെളുത്തുള്ളി അല്ലിയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇതിലേക്ക് ഇട്ട് നമുക്കൊന്ന് ആദ്യം തന്നെ വഴറ്റിയിടുകയാണ്. ഇപ്പം നമ്മൾ അരിയുടെ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മളൊരു 10 മിനിറ്റോളം നമ്മൾ കുതിർത്ത് എടുത്ത അരിയാണ്. അത് നമ്മൾ വെള്ളമൊക്കെ വാർന്ന് ഇപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുകയാണ്, കഴുകി വൃത്തിയാക്കിയിട്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിയും എല്ലാം ഒന്ന് വഴന്ന് കിട്ടണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വളരെ വേഗം തന്നെ ഇത് വഴന്ന് കിട്ടുന്നതായിരിക്കും. ഇത് നമ്മൾ നമ്മുടെ മുഴുവൻ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർക്കുന്നില്ല, ഈ ഉള്ളി ഒന്ന് വഴങ്ങാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് വഴന്നിട്ടിട്ട്, അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്, ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങാണ്. ചെറിയ ക്യൂബുകളാക്കി അരിഞ്ഞെടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ്. ഇപ്പം നമ്മൾ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളൂ, 1.5 കപ്പ് അരിയുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് പ്രത്യേകിച്ച് അധികം നേരമൊന്നും വേണ്ട, ഇതിവിടെ കിടക്കട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇടാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് 2 നമ്മുടെ ബേ ലീഫുണ്ട്, 2 ഏലക്ക അതിൻ്റെ തോട് പൊട്ടിച്ച് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കറുവാപ്പട്ട, അത് നമുക്ക് ചെറിയ പീസുകളാക്കി ഇടാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കറിവേപ്പിലയുണ്ട്. പിന്നെ നമ്മൾ ഇടുന്നത് 2 നമ്മുടെ ഗ്രാമ്പും ഒരു 5-6 കുരുമുളകും. ഇത്രയും സാധനം നമ്മൾ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അത്യാവശ്യം ഇതിൻ്റെ അകത്ത് ചൂട്ടുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പൊടികളാണ്, ആവശ്യമായിട്ടുള്ള പൊടികൾ. അപ്പോൾ നമ്മൾ നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ സാധാരണ മുളക് പൊടിയാണ്, അപ്പോൾ അത് കാരണം മുളക് കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. 1 ടീസ്പൂൺ ഇടുക, അത് നമ്മുടെ മുളക് പൊടിയുടെ എരി അനുസരിച്ചിട്ട് ഇടുക. ഇത് നമ്മുടെ ഗരം മസാലയാണ്. ഗരം മസാല നമ്മൾ 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂണ് നമ്മുടെ മല്ലിപ്പൊടി. അപ്പോൾ ഇത്ര ഇട്ടിട്ടൊന്ന് ഒന്നും കൂടെ ഒന്ന് ഇളക്കാം. ഇത് നമ്മുടെ കൂടുതൽ സാധനമൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ പൊടികൾ വേണമെങ്കിൽ ചേർക്കാമേ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പൊടികളുടെ ഒരു എരിയും ഒക്കെ അനുസരിച്ചിട്ടും വ്യത്യാസം വരും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണ് നമ്മുടെ പെരുംജീരകം, വലിയ ജീരകമില്ലേ, അതുകൂടെ ചേർത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് തന്നെയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ സാധനവും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരി ചേർത്ത് കൊടുക്കാം. നമ്മൾ കഴുകി വാർന്ന് വെച്ചിരിക്കുന്ന അരിയാണ്, അപ്പോൾ അത് ചേർത്ത് കൊടുക്കാവേ. ഇപ്പോൾ നമ്മൾ 1.5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അരിക്കകത്തൊന്ന് സ്വല്പം വെള്ളമുണ്ട്, അപ്പോൾ അതിൻ്റെയാണ് ഒച്ചയൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾക്കിനി വേകാനായിട്ടുള്ള വെള്ളം ചേർത്ത് വെച്ച് ഉപ്പ് ഇട്ട് അടച്ച് വെച്ചാൽ ഇത് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതിലും ഗസ്റ്റൊക്കെ വന്നാലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചോറ് നമ്മുടെ എല്ലായിടത്തും ചേർക്കാം. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലായിടത്തും ഒന്ന് ചേർത്ത് വെക്കണം. അതിന് ശേഷം നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ്. ഇപ്പോൾ ചോറിനും നമ്മൾ ചേർത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, അല്ല ഉള്ളി, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക.
ഫ്രൈഡ് റൈസിൻ്റെ ലെവലിലൊന്നും ഇളക്കണമെന്നൊന്നുമില്ല. എന്നാൽ പോലും അത്യാവശ്യം എല്ലായിടത്തും ആ എണ്ണയും നമ്മൾ ഇട്ട മസാലകളും എല്ലാം ഒന്ന് പിടിക്കുന്നത്ര ഒന്ന് ഇളക്കും. ഇനി അതിന് ശേഷം നമുക്കിതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ഇപ്പം നമ്മൾ 1.5 കപ്പ് നമ്മുടെ അരിയാണ് എടുത്തിരിക്കുന്നത്. അതിന് നമ്മൾ 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 1/2 കപ്പ് നമ്മുടെ ഉരുളക്കിഴങ്ങുമൊക്കെ വേകാൻ കൂടി ആയിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമുക്കിത് നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് വിസിൽ അടച്ച് വെന്തെടുക്കാം. വിസിലടച്ചല്ല, നമ്മൾ അടപ്പടച്ചിട്ട് വിസിലിട്ട് തന്നെ വെന്തെടുക്കാവേ. അപ്പോൾ നമ്മുടെ ഒരു വിസിൽ വന്നു. അതിനുശേഷം ഇതിൻ്റെ എല്ലാം ആറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് എല്ലാം വെന്തിട്ടുണ്ട്, കുഴഞ്ഞും പോയിട്ടില്ല. കണ്ടോ? അപ്പോൾ നമ്മുടെ വളരെ ഈസി ആയിട്ട് ഉരുളക്കിഴങ്ങ് വരെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് നമ്മളിത് ചെയ്തത്. ഉരുളക്കിഴങ്ങ് റൈസ്, പൊട്ടറ്റോ റൈസ്. അത് നമ്മൾ സാധാരണ നമ്മൾ വീട്ടിലെല്ലാം ഉള്ളത് തന്നെ എത്രയാണ്, നമ്മുടെ കടയിലൊക്കെ മേടിക്കുന്ന വെള്ളയരിയില്ലേ, സാധാരണ വെള്ളയരി, ബസ്മതി റൈസ് ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഈ ഒരു റൈസ് ഒന്ന് തയ്യാറാക്കി നോക്കുക വീട്ടിൽ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ഒരു റൈസാണ്. അപ്പോൾ നമ്മുടെ ഈ റൈസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അത് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലല്ലേ ഒന്ന് കമൻ്റായിട്ട് ഇടുക. പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. മാത്രമല്ല, ഇതുവരെ നമ്മുടെ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ആ അടുത്തുള്ള ബെല്ലൈക്കണില്ലേ, അതും കൂടെ ഒന്ന് ഓൺ ചെയ്ത് ആ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലൊക്കെ ഇടുന്ന ഓരോ കുഞ്ഞു റെസിപ്പികളൊക്കെ നിങ്ങളുടെ മൊബൈലിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണാനും സാധിക്കുന്നതായിരിക്കും. അപ്പം പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് അടുത്തൊരു റെസിപ്പിയായിട്ട് നാളെ തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.